ഹായ് സ്റ്റുഡൻസ്, ഞാൻ MS നമ്മുടെ ശാസ്ത്രങ്ങളുടെ രാജകുമാരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാ കിങ് ഓഫ് ഓൾ ആർട്സ് മാത്സ് അല്ലേ, മാത്തമാറ്റിക്സാണ്. അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ +1 ഇതേവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബിഫോർ ദാറ്റ് എനിക്ക് നിങ്ങളെ ഒന്ന് ടു ബൂസ്റ്റ് യു. നിങ്ങൾ എല്ലാവരും ക്രിക്കറ്റൊക്കെ കാണുന്നവരാണ്, റൈറ്റ്? നിങ്ങൾക്ക് ഏറ്റവും ഫാസ്റ്റസ്റ്റ്, ഈ ലോകത്തിലുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് ബോൾ വേൾഡ് കപ്പിൽ എറിഞ്ഞത് ആരാന്നറിയോ? യെസ്, ഷോയബ് അക്തർ. ഷോയബ് അക്തർ 2003 വേൾഡ് കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിലാണ് അത് നടന്നിട്ടുള്ളത്. ഫണ്ണി തിങ് ഈസ് ദാറ്റ് ഷോയബ് അക്തറിന് ആണ് ആ വേൾഡ് റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ ആ ലോക റെക്കോർഡ് അയാൾ മറക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. റീസൺ പറഞ്ഞുതരാം. മാച്ച് ഒരു 289 ആണ് പാകിസ്ഥാൻ എടുത്തത്. ഇന്ത്യ വാസ് ചേസിങ്. സച്ചിൻ ടെണ്ടുൽക്കർ ആൻഡ് വീരേന്ദർ സെവാഗ് ആർ ഓപ്പണിംഗ്. സെവാഗ് സ്ട്രൈക്ക് എടുക്കുന്നു. ഫസ്റ്റ് ബോൾ വരുന്നത് ഒരു കിഡിലൻ ബൗൺസറാണ്. സെവാഗിന് അറിയില്ല, അവിടെ നിന്ന കീപ്പർക്ക് ആർക്കും അറിയില്ല ബോൾ എവിടെ പോയിട്ടുണ്ടെന്നുള്ളത്. ഒരു നിമിഷം സെവാഗ് ഒന്ന് കുനിഞ്ഞു, പക്ഷേ എവിടെ പോയെന്നറിയില്ല. എന്തായാലും ബൈറൺ ഓടി ക്രോസ് ചെയ്തു. നോൺ സ്ട്രൈക്കർ എൻഡിലാണ് വീരേന്ദർ സെവാഗ് ഉള്ളത്. അപ്പോൾ ഷോയബ് അക്തർ തിരിച്ച് നടക്കുന്നതിൽ വെറുതെ ഒന്ന് ഷോയബ് അക്തറിനെ കണ്ടിട്ടില്ല, നല്ല വെൽ ബിൽറ്റ് ബോഡിയാണ്. ഒന്ന് തട്ടിയിട്ട് പറഞ്ഞ്, യു ഡിഡ്ന്റ് നോട്ടീസ് വാട്ട് ഹാപ്പൻ, നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ എന്താ സംഭവിച്ചത്? അപ്പോൾ സെവാഗ് ചിരിച്ചോണ്ട് പറഞ്ഞു, യു ട്രൈ ദ സെയിം തിങ് വിത്ത് ദാറ്റ് ലിറ്റിൽ മാൻ. അപ്പുറത്ത് നിൽക്കുന്ന ചെറിയ മനുഷ്യനെ വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ എന്ന് വെച്ചാൽ, അപ്പുറത്തുള്ള ആരാ? സച്ചിനാണ്. ആ സച്ചിൻ്റെ അടുത്ത് നിങ്ങൾ സെയിം സാധനം ഒന്ന് ട്രൈ ചെയ്യുന്നു. ഷോയബ് അക്തർ അതൊരു വലിയൊരു ചലഞ്ചായി അക്സെപ്റ്റ് ചെയ്തു. മൂപ്പര് റണ്ണപ്പിന് ഇടുന്ന ഒരു ലിഡ് ഉണ്ട്. ആ ലിഡ് എടുത്തിട്ട് ഗാലറീനെ കാണിച്ചു. 4 സ്റ്റെപ്പ് ബാക്കോട്ടേക്ക് എടുത്തിട്ട് റണ്ണപ്പ് അവിടെ ലിഡ് മാർക്ക് ചെയ്തിട്ട് ബോൾ കാണിച്ചു. മെസ്സേജ് വാസ് ലൗഡ് ആൻഡ് ക്ലിയർ, മോനെ റെഡി ആയിക്കോ, നേരത്തെ എറിഞ്ഞതെന്നും വളരെ ഫാസ്റ്റ് ആയിട്ടാണ്, അതിൻ്റെ 4 മടങ്ങ് ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ എറിയാൻ പോകുന്നത്. ഷോയബ് അക്തർ അത് എറിഞ്ഞു. ലോകത്തിലെ ഇന്നും റെക്കോർഡ് ചെയ്യുന്ന വേൾഡ് കപ്പിലെ ഫാസ്റ്റസ്റ്റ് ബോളറാണ്. ബട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട്, സച്ചിൻ അത് ചെയ്തത് എന്താ വെച്ചാൽ, നിങ്ങൾ അന്നേ വരെ വേൾഡ് ക്രിക്കറ്റിൻ്റെ ബുക്സിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ഷോട്ട് സച്ചിൻ അന്ന് പ്രാക്ടീസ് ചെയ്തു. ദാറ്റ്സ് അപ്പർ കട്ട്. നേരെ അപ്പർ കട്ട് ചെയ്തിട്ട് ആർക്കും മനസ്സിലായില്ല എവിടേക്കാണ് പോയെന്ന്. ഒരു നിമിഷം എല്ലാവരും വളരെ പെർപ്ലെക്സ്ഡ് ആയിട്ട് നിന്നു. ഷോയബ് അക്തർക്ക് മനസ്സിലായിട്ടില്ല. കമന്റേറ്റേഴ്സ് പോലും കുറച്ച് ടൈം എടുത്തു. ആഫ്റ്റർ ഒരു 5 seconds ആണ് കമന്റേറ്റേഴ്സ് പറഞ്ഞത്, ഓ ഇറ്റ്സ് ട്രാവൽഡ് 5 rows ബാക്ക് ഇൻ ടു തേർഡ് മാൻ ബൗണ്ടറി. അതായത് ആ ഗാലറിയുടെ പുറത്തേക്ക് പോയിട്ട് 6ലേക്ക് പോയിട്ട്. ഞാൻ പറയുന്നത്, ആ വീരേന്ദർ സെവാഗിന് തൻ്റെ സ്വന്തം സുഹൃത്തുക്കളിലുള്ള ആ വിശ്വാസം, അതാണ് അവിടെ ഷോയബ് അക്തറിന് അവന് എക്സ്ചേഞ്ച് ചെയ്തത്. സെയിം വിശ്വാസമാണ് ഞാൻ നിങ്ങൾക്കും തരുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബൗൺസറുകൾ, മാത്സിലും ലൈഫിലൊക്കെ ഒരുപാട് ബൗൺസേഴ്സ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയും, എൻ്റെ മക്കളാണ്, നിങ്ങളൊന്ന് എറിഞ്ഞു നോക്ക്, വിവരം അറിയാം. ഓക്കെ, സോ ബി ബോൾഡ് ആൻഡ് ബി പ്രിപ്പയർഡ് ടു ഗെറ്റ് എവറിത്തിങ് ഇൻ ലൈഫ്. നമ്മൾ എന്ത് പറഞ്ഞു വന്നു കഴിഞ്ഞാലും വി വിൽ ഫേസ് ഇറ്റ്. ഡൺ. സോ വിൽ മൂവ് ടു ഫസ്റ്റ് ചാപ്റ്റർ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ NCERT ബുക്കിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ഇതാണ്, സിറ്റ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സിറ്റ്സ്? വാട്ട്സ് എ സിറ്റ്? പറയൂ. കൂട്ടം അല്ലെങ്കിൽ കളക്ഷൻ. ദെൻ വാട്ട്സ് എ കളക്ഷൻ? സാറാകെ പ്രശ്നമാക്കാണ് അല്ലേ? എന്താണ് കളക്ഷൻ? എനി ഐഡിയ? ഞാൻ കുറച്ച് കളക്ഷൻസ് ചെയ്താൽ ഓക്കെ. നിങ്ങൾ കളക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കളക്ഷൻ, ഇവിടെ കുറച്ച് കളക്ഷൻ ആവും. ഇപ്പോൾ സെറ്റ് ഓഫ് ഓൾ, collection of all days in a week. That's first one. Second one, collection of all months in a year. രണ്ട് collection. Third collection I am going to write. Collection of all Prime Ministers of India.
PMs of India. മൂന്നെണ്ണായി. നാലാമത്തെ collection of all teams in 2019 IPL. So 4 collection ഞാൻ അവിടെ എഴുതി. Another collection I will write over here. Collection of talented actors of Mollywood. Talented actors of Mollywood. In one collection of best singers of Mollywood. Third one, collection of all excellent teachers of mathematics. Fourth one, collection of all cute or handsome boys of Peruvallur. So, രണ്ട് ടൈപ്പ് കളക്ഷൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എനിക്ക് ആരെങ്കിലും ഒന്ന് ഇതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു തരാമോ? കളക്ഷൻ ഓഫ് ഡേയ്സ് ഇൻ എ വീക്ക്, ഒരാഴ്ചയിലുള്ള ദിവസങ്ങളൊക്കെ. യെസ് സമീർ പറയൂ, പറഞ്ഞോളൂ. വെരി ഗുഡ്. സോ സമീർ പറയുന്നത് ഞാൻ ഇവിടുന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. സൺഡേ, ഗുഡ്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. സമീർ പറഞ്ഞതിൽ ഇവിടെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കും ഡൗട്ട്സ് ഇല്ലല്ലോ? ഇല്ല. ക്ലിയർ അല്ലേ? ആര് ലിസ്റ്റ് ചെയ്ത്, ഇപ്പൊ ഞാൻ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ അവിടെ ഉള്ളത് ആ മിസ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സാറ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും, നിങ്ങൾ ആര് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും സെയിം തിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. അതിൽ ചേഞ്ചസ് ഒന്നുമില്ല. ആര് ചെയ്ത് കഴിഞ്ഞാലും ഒരേ കാര്യം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അല്ലേ? ഇതേ കളക്ഷൻ തന്നെ വരുള്ളൂ. എന്ന് വെച്ചാൽ പേഴ്സൺ ടു പേഴ്സൺ വേരിയൻസ് ഇല്ല. ആര് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും സെയിം സംഭവമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, ആണല്ലോ. സെക്കൻഡ് വൺ, യെസ് പറഞ്ഞോളൂ, റോഷ്ന പറയും. ഏതാ, വിച്ച് വൺ? കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഇൻ എ ഇയർ. ഗുഡ്. ജനുവരി പറഞ്ഞോളൂ. നെക്സ്റ്റ് വൺ ഫെബ്രുവരി. വെരി ഗുഡ്. മാർച്ച്, ഏപ്രിൽ. ഞാൻ എക്സെട്ര എഴുതുന്നുണ്ട്, കംപ്ലീറ്റ് ഞാൻ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഇറ്റ്സ് എൻഡ്സ് വിത്ത് നവംബർ, ഡിസംബർ. നവംബർ, ഡിസംബർ. ഇതിൽ ആർക്കെങ്കിലും നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു മന്ത് എക്സ്ട്രാ മന്ത് വരുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ആര് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം മന്ത് ലിസ്റ്റ് ഓഫ് മന്ത്സ് തന്നെയാണ് വരുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ പോയിട്ട് പേഴ്സൺ ടു പേഴ്സൺ വേരിയൻസ് ഒന്നുമില്ല. MSR ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, JD സാറെ കൊണ്ട് നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും, ALനെ കൊണ്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവരിവൺ ഈസ് ഹാവിംഗ് ദി സെയിം ആൻസർ. അടുത്ത കളക്ഷൻ ഓഫ് ഓൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി അല്ല ഇപ്പോഴത്തെ ഉള്ള പ്രധാനമന്ത്രിമാരുടെ ലിസ്റ്റ്. ഈവൻ അതും നമ്മൾ ലിസ്റ്റ് ചെയ്യാം. എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന? ഫസ്റ്റ് വൺ ജവഹർലാൽ നെഹ്റു. പോന്നിട്ട് ലാസ്റ്റ് ഏതാ? MMS. പിന്നെതാ NM, അഗെയിൻ NM. ഇത് നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും വേറൊരാൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ചേഞ്ചസ് ഒന്നും ഇല്ലല്ലോ. എല്ലാവരും ലിസ്റ്റ് കഴിഞ്ഞാൽ സെയിം ആണ് നമുക്ക് കിട്ടുന്നത് അഗെയിൻ, റൈറ്റ്. ഇനി വരുന്ന അടുത്ത് കളക്ഷൻ ഓഫ് ഓൾ ടീംസ് ഇൻ 2019 IPL. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടോ? വെരി ഗുഡ്. പറഞ്ഞോളൂ. ഫസ്റ്റ് വൺ CSK, ചെന്നൈ സൂപ്പർ കിങ്സ്. മുംബൈ ഇന്ത്യൻസ് ആർക്കും വേണ്ടേ? മുംബൈ ഇന്ത്യൻസ്. വെരി ഗുഡ്. KKR, രാജസ്ഥാൻ റോയൽസ്. ഓക്കെ. Then RCB, Kings 11 Punjab. Goes on. ഇതും നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സോറി സൺറൈസേഴ്സ് കൂടി ഉണ്ട്. ഓക്കെ, ഡൺ. സൺറൈസേഴ്സ് അതിൽ അവർ പറഞ്ഞു. സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉണ്ട്. ഓക്കെ, ഡൺ. സൺറൈസേഴ്സ് ഹൈദരാബാദ്, സാരജ്. സോ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിക്കറ്റ് അറിയുന്ന ആര് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ ചേഞ്ചസ് ഒന്നും വരാൻ പോകുന്നില്ല. എല്ലാവരും ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആണല്ലോ കിട്ടുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ ഈ 4 കളക്ഷനും വെൽ ഡിഫൈൻഡ് ആണ്. ഇറ്റ്സ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. കാരണം ആര് പറഞ്ഞു, ലോകത്തിൽ ആരടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൽ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. വാട്ട് അബൌട്ട് അതർ വൺ? ഞാൻ പറഞ്ഞു കളക്ഷൻ ഓഫ് ഓൾ ടാലന്റഡ് ആക്ടേഴ്സ് ഓഫ് മോളിവുഡ്. നിന്റെ ഇഷ്ടപ്പെട്ട സ്റ്റാർ ആരടാ? മോഹൻലാൽ. വെരി ഗുഡ്. അതർ വൺ DQ, ദുൽഖർ. അവിടെ DQ, മോഹൻലാൽ,
മമ്മൂട്ടി, പൃഥ്വിരാജ്, വെരി ഗുഡ്. കണ്ടോ ചേഞ്ചസ് വരുന്നത് കണ്ടോ? സോ എനിക്ക് അവിടെ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. കാരണം ഞാനിവിടെ 10 ആളെടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് 10 ഡിഫറെൻറ്റ് ആൻസേഴ്സ് വന്നു. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്താ പ്രശ്നം ഉണ്ടാക്കുന്നത്? കാരണം ഇവൻ്റെ ടാലൻറ്റഡ് ആക്ടറായിട്ട് അവന് ഫീൽ ചെയ്യുന്നത് ആരാ? മോഹൻലാലാണ്. ഇയാൾക്ക് എന്താ തോന്നുന്നത്? അത് ടാലൻ്റായി തോന്നുന്നത് ദുൽഖർ സൽമാനാണ്. സോ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്താണ്? പ്രശ്നം ഉണ്ടാക്കുന്നത് വിച്ച് വേർഡ് ഇസ് മേക്കിംഗ് യു ട്രബിൾ? ടാലൻറ്റഡ്. ഈ ടാലൻറ്റ് എന്ന സാധനം വെൽ ഡിഫൈൻഡ് അല്ല, അത് മെഷറബിൾ അല്ല. നിങ്ങൾക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് എത്ര ടാലൻ്റ് ഉണ്ട്, ഇയാൾക്ക് എത്ര ടാലൻ്റ് ഉണ്ടെന്ന് ഒരിക്കലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. സോ ടാലൻറ്റ് ഇസ് നോട്ട് മെഷറബിൾ. അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ആക്ടേഴ്സ് ഓഫ് ഹോളിവുഡ് എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞ എല്ലാവരും എനിക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പ്രശ്നം ഉണ്ടാക്കിയത് എവിടെയാണ്? ഈ വേർഡ് ടാലൻറ്റ്. അടുത്തത് കളക്ഷൻ ഓഫ് ബെസ്റ്റ് സിംഗേഴ്സ് ഓഫ് ഹോളിവുഡ്. ഞാൻ KJ യേശുദാസ് പറഞ്ഞു, അവിടെ വിജയ് യേശുദാസ് അവൻ പറയുന്നുണ്ട്. യെസ്, പറഞ്ഞോളൂ. MG ശ്രീകുമാർ അല്ലേ? ഒരുപാട് ആൾക്കാരുണ്ട്. ഈവൻ പല പല പേരുകൾ, വിനീത് ശ്രീനിവാസൻ. യെസ്. പ്രശ്നം എന്താ വെച്ചാൽ ഈ ബെസ്റ്റ് സിംഗർ എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് ഇവിടെ ബെസ്റ്റ് സിംഗർ എന്തല്ല, ബെസ്റ്റ് എന്നുള്ള വേർഡ് വെൽ ഡിഫൈൻഡ് അല്ല. സിംഗേഴ്സ് ഓഫ് ഹോളിവുഡ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാവരും എടുക്കുന്നു. ഇനി അടുത്ത കളക്ഷൻ ഓഫ് എക്സലന്റ് ടീച്ചേഴ്സ് ഓഫ് മാത്തമാറ്റിക്സ്. SM. ഓക്കെ, SM. പിന്നെ ആരാ? MJ. കുറേ പേരുകൾ വരുന്നുണ്ട് അല്ലേ? MS വെച്ച് ബാക്കിയെല്ലാം വരുന്നുണ്ട്. സോ അവിടെയും പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് MS ഉണ്ട്. ഓക്കെ, എക്സലന്റ് എന്നുള്ളതാണ് പ്രശ്നം. എക്സലന്റ് എന്നുള്ള വേർഡാണ് പ്രശ്നം ഉണ്ടാക്കിയത്. കളക്ഷൻ ഓഫ് ടീച്ചേഴ്സ് ഓഫ് മാത്തമാറ്റിക്സ് പറഞ്ഞാൽ ഞാൻ എൻ്റെ പേര് എഴുതിയാണ്. പ്രശ്നം ഉണ്ടാക്കിയ എന്താ? എക്സലന്റ്. ഞാൻ നോട്ട് ആൻ എക്സലന്റ് ടീച്ചർ. സോ എക്സലന്റ് എന്നുള്ളതാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. ക്ലിയർ? സോ എക്സലന്റ് ഇസ് നോട്ട് വെൽ ഡിഫൈൻഡ്. അടുത്ത കളക്ഷൻ ഓഫ് ഓൾ ഹാൻസം ബോയ്സ് ഓഫ് പെരുവള്ളൂർ. നിങ്ങൾ ഗേൾസ് പറഞ്ഞ ഏതൊക്കെയാ ഹാൻസം ബോയ്സ് ഇവിടെ അല്ലേ? ഒന്നുമില്ല, ആരുമില്ല. ഞാൻ പറയുന്നത് ഈ മുമ്പിലിരിക്കുന്ന ഇവൻ തൊട്ടിട്ട് അവിടെ ഇരിക്കുന്ന ലാസ്റ്റ് ഇരിക്കുന്ന അയാൾ വരെ ഹാൻസം. ഓൾ ഹാൻസം അല്ലേ? നിങ്ങൾക്ക് പ്രശ്നം ഹാൻസം ബോയ്സ് എന്ന് പറഞ്ഞല്ലേ? ബോയ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചാണ് അല്ലേ? അപ്പൊ പ്രശ്നം ഉണ്ടാക്കിയത് മക്കളെ നമ്മൾ ഹാൻസം അല്ലാത്തതുകൊണ്ടല്ല, ഇവര് സമ്മതിച്ചു തരുന്നില്ല. കാരണം ഹാൻസം ഇസ് നോട്ട് വെൽ ഡിഫൈൻഡ്. കാരണം അവർക്ക് ഹാൻസം ആയിട്ട് തോന്നി വേറെ ആരുമാണ്. സോ ഇവിടുന്ന് നമ്മൾ ഈ 4 എക്സാമ്പിൾസ് യു ഗോട്ട് സംതിങ്. ഇതിനെ ഒരിക്കലും എന്താക്കാൻ പാടില്ല, സ്പെസിഫൈ ചെയ്തിട്ട് പറയാൻ പറ്റുന്നില്ല. ടാലന്റഡ് ഇസ് നോട്ട് വെൽ ഡിഫൈൻഡ്. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മെഷറബിൾ അല്ല, എക്സലൻസ് മെഷറബിൾ അല്ല, ഹാൻസം മെഷറബിൾ അല്ല. അപ്പൊ ഈ മെഷറബിൾ ക്വാണ്ടിറ്റീസ് നമ്മൾ പറയുമ്പോൾ അത് എന്തായിട്ട് എടുക്കാൻ പറ്റില്ല, സെറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. സോ വിൽ കം ടു ദി ഡെഫിനിഷൻ. ഞാൻ പറഞ്ഞു ഇതിനെ സെറ്റായിട്ട് എടുക്കാൻ പറ്റൂല എങ്കിൽ എന്തായിരിക്കും സെറ്റ്? സോ സെറ്റിന് നിങ്ങൾക്ക് ഇതാ ഈ കളക്ഷൻ ഇതിലിപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും പുറത്താര് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും സെയിം ആണല്ലോ. ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്താലും പുറത്താര് ലിസ്റ്റ് ചെയ്താലും സെയിം ആണല്ലോ. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ പുറത്തുള്ള ഒരാളെ കൊണ്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ലിസ്റ്റ് ചെയ്താലും സെയിം ആണ്. ടീംസ് ഇൻ 2019 IPL ആര് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും സെയിം ആണ് വരിക. സോ അവിടെ വേരിയൻസ് ഇല്ല, പേഴ്സൺ ടു പേഴ്സൺ വേരിയൻസ് ഇല്ല. ക്ലിയർ? ആര് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരേ ആൻസറേ വരുള്ളൂ. ഇങ്ങനെ കിട്ടുന്ന കളക്ഷനെ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ, സെറ്റ് പറയുള്ളൂ. ക്ലിയർ? സോ സെറ്റിനെ നമുക്ക് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുക്കാം. സെറ്റ് ഇസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആയിരിക്കണം. ആര് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും സെയിം ആയിട്ട് നമുക്ക് കിട്ടണം. ക്ലിയർ? ഇനി ഈ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ 2 റെപ്രസെന്റേഷൻസ് ഉണ്ട്. സെറ്റിനെ നമുക്ക് 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. വൺ ഇസ് റോസ്റ്റർ ഫോം ആൻഡ് സെക്കൻഡ് വൺ ഇസ് സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോം ആൻഡ് സെറ്റ് ബിൽഡർ ഫോം, 2 ടൈപ്പ് ഫോംസ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു സെറ്റിലുള്ള, ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ എക്സെട്ര ഇട്ടു അല്ലേ? അതിന് പകരം അവരുള്ള എല്ലാ ആൾക്കാരെയും ഞാൻ കംപ്ലീറ്റ് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നിങ്ങൾ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനൊരു സെറ്റ് പറഞ്ഞു. A = സെറ്റ് എഴുതുന്നത് എങ്ങനെയാണ്? ഇതിനെ കേർലി ബ്രേസസ് പറയും നമ്മൾ, ഈ ബ്രാക്കറ്റ് കേർലി ബ്രേസസ്. സെറ്റ് ഓഫ് ഓൾ A = WIND. ഇങ്ങനെ WIND കൂട്ടി വായിക്കരുതേ. ഇതെന്തായിരിക്കും സംഭവം? ഇതിനെ തന്നെ നിങ്ങൾക്ക് ഒരു ബിഹേവിയർ ആക്കിയിട്ട് പറയാം. ഈ സെറ്റിനെ ബിൽഡ് ചെയ്യുന്ന ഒരു ഫോമിലേക്ക് കൊണ്ടുപോകാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്
ഈ 2 ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനെ വായിക്കുന്ന സച്ച് ദാറ്റ് ഡോട്ടും കാണും, ചിലയിടത്ത് നിങ്ങൾ സ്ലാഷും കാണും. അപ്പോൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഓഫ് ദ വേർഡ് വിൻഡ്. ഈ വേർഡിലുള്ള ലെറ്റേഴ്സ് ആണ്. അപ്പോൾ ആരൊക്കെ ഉണ്ട്? ഡബ്ല്യു ഉണ്ട്, ഐ ഉണ്ട്, എൻ ഉണ്ട്, ഡി ഉണ്ട്. ക്ലിയർ? 4 ആളുകൾ വന്നല്ലോ. ഇതിനെ ബിൽഡ് ചെയ്യുന്ന ബിൽഡിംഗിൽ നിങ്ങൾ ബോഡി ബിൽഡിംഗ് കേട്ടിട്ടുണ്ട്, അതേപോലെ ബിൽഡ് ചെയ്യുന്ന സ്ട്രക്ചർ പറയുന്നതിനാണ് നിങ്ങൾ എന്ത് പറയുന്നത്? സെറ്റ് ബിൽഡർ ഫോം. അതിൽ ഓരോ മെമ്പേഴ്സിനെ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് റോസ്റ്റർ ഫോം. ക്ലിയർ ആണോ? സോ 2 ഫോംസ് ഉണ്ട്, റോസ്റ്റർ ഫോം ആൻഡ് സെറ്റ് ബിൽഡർ ഫോം. ഫുൾ മെമ്പേഴ്സിനെ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് റോസ്റ്റർ ഫോം. ബിൽഡ് ചെയ്യുന്ന ബിഹേവിയർ മാത്രം പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് സെറ്റ് ബിൽഡർ ഫോം. എനി ഡൗട്ട്സ്? ക്ലിയർ? ഓക്കെ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് സെറ്റ് ബിൽഡർ ഫോംസ് തരും. നിങ്ങൾ അതിൻ്റെ എന്ത് തരണം? എനിക്ക് റോസ്റ്റർ ഫോം എനിക്ക് പറഞ്ഞു തരണം. അഗ്രീഡ്? ഡൺ? സോ ഞാൻ തരുന്നത് സെറ്റ് ബിൽഡർ, നിങ്ങൾ എനിക്ക് തരേണ്ടത് റോസ്റ്റർ. ഒന്നുമില്ല, ഈ റോസ്റ്റർ ഫോംസിന് ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഈ സ്പെഷ്യാലിറ്റീസ് ഞാൻ ആ എക്സാമ്പിൾസിലൂടെ നിങ്ങൾക്ക് തരാം. അതാണ് നമ്മുടെ ടാസ്ക്. സോ സെറ്റ് ബിൽഡർ ഫോം ഞാൻ എഴുതും, നിങ്ങൾ അതിൻ്റെ റോസ്റ്റർ എനിക്ക് പറഞ്ഞു തരണം. So first set I'm dealing with A equal to set of all x such that you രണ്ട് ഡോട്ട് ഇട്ടാൽ എന്താ പറയുക? Such that x is a letter of the word ഇതാണ് CHINAS. ഇനി വേറെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത് പറഞ്ഞുതരാം. നോർമലി എല്ലാവരും പറയും റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ നിങ്ങൾ എപ്പോഴും സ്മോൾ ലെറ്റേഴ്സേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പലയിടത്തും കേട്ട് കാണും. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയുള്ള ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ തന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് അല്ലേ, നിങ്ങളിവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. കാരണം നോർമലി എങ്ങനെയാണ്, എന്നാലും ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. കാരണം എല്ലാവരും പറയും സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ക്യാപിറ്റൽ ലെറ്റർ, മെമ്പേഴ്സിനൊക്കെ എന്തേ പറയാൻ പാടുള്ളൂ, സ്മോൾ ലെറ്റേഴ്സേ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ഇല്ല, നിങ്ങൾക്ക് എങ്ങനെ വേണേലും ലിസ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ എനിക്കതൊന്ന് ലിസ്റ്റ് ചെയ്യണം. A equal to പറഞ്ഞേ, ഇപ്പൊ ഇന്ത്യാസ് അല്ലെങ്കിൽ ബർമാസ് എന്നൊക്കെ പറഞ്ഞ പോലെ ചൈനാസ്, ഇതാണ് വേർഡ്. CHINAS, ചൈനാസ്. പറഞ്ഞോളൂ, ആരൊക്കെ അതിലുള്ളത്? C, ഓക്കെ, C, വെരി ഗുഡ്, HINAS ആണല്ലോ. ഓക്കെ, ഞാൻ എഴുതാൻ പോവാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞായിരിക്കും C, HINAS. നിങ്ങൾ പറയുന്നതാണ് C, HINAS അല്ലേ? ഇതാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾ പറഞ്ഞ സെറ്റ് ഞാൻ ഇവിടെ നിന്ന് എഴുതാൻ പോവാണേ. എഴുതട്ടെ? ഓക്കെ, ഫസ്റ്റ് വൺ C. ഞാൻ കുറച്ച് തലരിഞ്ഞ ആളെ ഞാൻ വേറെ രീതിയിൽ എഴുതാൻ പോകും. SACHIN. നിങ്ങൾ നോക്കിയേ, നിങ്ങൾ എഴുതിയതും ഞാൻ എഴുതിയതും ഏതെങ്കിലും എക്സ്ട്രാ മെമ്പർ വന്നിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ലല്ലോ, സെയിം അല്ലേ? ഇതിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഇല്ലേ? ഉണ്ട്. എന്ത് മാത്രം ഞാൻ ചേഞ്ച് ചെയ്തേ? പർപ്പസ്ഫുള്ളി ഞാൻ ചേഞ്ച് ചെയ്ത. എന്താ ചേഞ്ച് ചെയ്തേ? ഓർഡർ മാത്രം ചേഞ്ച് ചെയ്തു. സോ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് കിട്ടി റോസ്റ്റർ ഫോമിന്റെ. റോസ്റ്റർ ഫോമിൽ ഓർഡറിങ് ഈസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ്, ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വലിച്ചു വരി എഴുതാം. ഇൻ ഓർഡറിൽ തന്നെ വേണമെന്നില്ല. ഇപ്പം നിങ്ങൾ തുടങ്ങിയ സീലല്ലേ, ഞാൻ തുടങ്ങിയത് എസ്സിലല്ലേ. പക്ഷെ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, എന്തുണ്ട്? ചൈനാസ് എന്ന് പറഞ്ഞ വേർഡിലുള്ള എല്ലാ ലെറ്റേഴ്സും അതിനകത്ത് വന്നിട്ടുണ്ട്. സോ അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി, ഏത് ഓർഡറിൽ നമ്മൾ എഴുതുന്നുള്ള സിഗ്നിഫിക്കൻ്റ് ഉള്ള. ഒരു എക്സാമ്പിൾ കൂടി തന്നാൽ ഡൺ. ഓക്കെ, സോ ബി എന്നുള്ള സെറ്റ്, B equal to set of all x such that x is a letter of the word. This is the word SLID, slide. Slide ഇതാണ് വേർഡ്. പറയൂ. ഓക്കെ, ഡൺ. S, L, I, D, E. ഞാൻ എഴുതാൻ പോവാണേ. എന്താ എന്തോ സാർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് അല്ലേ? ഓക്കെ, നിങ്ങൾ പറഞ്ഞത് SLIDE ആണ്. ഞാൻ എഴുതാൻ പോവാണേ D, I, L, S, E. രണ്ടു സെയിം അല്ലേ? ഏതോ ഫിലിമാണ് അല്ലേ? ഓക്കെ, ഏത് ഫിലിമാ? ദിൽസെ. ഓക്കെ,
മണിരത്നത്തിന്റെ ഫിലിമാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും റോസ്റ്റർ ഫോമിനെ ലിസ്റ്റ് ചെയ്യാം. ഓർഡറിങ് ഈസ് നോട്ട് സിഗ്നിഫിക്കന്റ് ഇൻ റോസ്റ്റർ ഫോം. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ഞാൻ വേറൊരു എക്സാമ്പിൾ തരാം. സി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ലെറ്റർ ഓഫ് ദ വേർഡ് MISSI എന്തായി മിസ്സിസ് സിപ്പി. എന്താ മിസ്സിസിപ്പി? വാട്ട് ഈസ് മിസ്സിസിപ്പി? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? നിങ്ങൾ വലിയ ഇന്റർവ്യൂവിന് പോയപ്പോൾ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൗണ്ടർ ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ അറ്റൻഷൻ ഡൈവേർഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ ആണ്, ഇഫ് മിസ്സിസിപ്പി ഈസ് ദി ലോങ്സ്റ്റ് റിവർ ഇൻ ദ വേൾഡ് ദെൻ ഹൗ വിൽ യു സ്പെൽ ഇറ്റ്? മിസ്സിസിപ്പി ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാ അത് സ്പെല്ല് ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ഇന്റർവ്യൂവിന് ചോദിച്ച ക്വസ്റ്റ്യൻ. അറ്റൻഷൻ ഡൈവേർഷൻ ആണ്. നമ്മൾ എന്താ ഡൈവേർഷൻ കൂടെ പോകുന്നത്? നമ്മൾ പഠിച്ചത് നൈലാണ്, നീളം കൂടിയ നദി ഏതാ? നൈലാണ്. സോ നമ്മൾ പറയും, അല്ല സാറേ മിസ്സിസിപ്പി അല്ലല്ലോ നൈലല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ കറങ്ങി കളിക്കും. അവർക്ക് വേണ്ടെന്നൊരു സിമ്പിളാണ് അവരുടെ ക്വസ്റ്റ്യൻ. IT എങ്ങനെയാണ് നമ്മൾ സ്പെല്ല് ചെയ്യുക? IT. ഇതാണ് വേണ്ട ആൻസർ. സോ അതുപോലെ നമ്മളെ ഡൈവേർട്ട് ചെയ്യുന്ന പല സാധനങ്ങളുണ്ടോ. അപ്പോൾ മിസ്സിസിപ്പി എന്തായിരുന്നു? ലോങ്ങസ്റ്റ് റിവർ ആണോ അതോ റിവർ ബാങ്ക് ആണോ? ഓക്കെ, റിവർ ബാങ്ക് ആണ്. എങ്ങനെ ഇതിനെ സ്പെല്ല് ചെയ്യാം? ഇതിലുള്ള സ്പെല്ലിംഗ് MISSISSIPPI. ഇത് ഞാൻ ലിസ്റ്റ് ചെയ്യാൻ പോവാണേ. സോ M, I, അടുത്ത പറഞ്ഞോളൂ. യെസ്, ഡൺ. ഇനി വേണോ? വേണ്ട. എന്തുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞു? റിപ്പറ്റീഷൻ. വെരി ഗുഡ്, റെപ്പിറ്റീഷൻ വേണ്ട. അപ്പൊ ഇനി ഞാൻ എഴുതാൻ പോകുന്നില്ല. S ഓൾറെഡി എഴുതി, I ഓൾറെഡി എഴുതി, അഗൈൻ S എഴുതി, I എഴുതി, P എഴുതിയോ? ഇല്ല, P. ഇത്രയും മതി. സോ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് ഒരു സിഗ്നിഫിക്കൻറ്റ് തിങ് കിട്ടി. എന്തല്ല, ഓർഡറിങ് ഇമ്പോർട്ടൻ്റ് അല്ല. രണ്ടാമത്തെ റിപ്പറ്റേഷൻ ഇസ് നോട്ട് അലൗഡ്. ക്ലിയർ? ഒരു എക്സാമ്പിൾ കൂടി തരാം. D ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ലെറ്റർ ഓഫ് ദ വേർഡ് കൊറോണ എന്ന് പറഞ്ഞ വേർഡിലുള്ള ലെറ്റേഴ്സ് ഒക്കെ വേണം. സോ D ഈക്വൽ ടു സെറ്റ് ഏതൊക്കെയാ? C, O, R, വെരി ഗുഡ്, R, അടുത്ത തരാം N, A. സിമ്പിൾ. സോ ഇത് ക്ലിയർ ആണോ? റോസ്റ്റർ ഡിഫറൻസ് ബിറ്റ്വീൻ റോസ്റ്റർ ഫോം ആൻഡ് സെറ്റ് ബിൽഡർ ഫോം ക്ലിയർ? ഓക്കെ. ഇനി നിങ്ങൾ ഞാനൊരു കാര്യം പറയാം. ഈ റോസ്റ്റർ ഫോം നമ്മൾ അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ കുറെ കാലമായി കടന്ന് കളിക്കുന്നുണ്ട്. നിങ്ങൾ 10th സ്റ്റാൻഡേർഡിലോ ഈവൺ ഈ 9th ഇത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ അന്ന് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഇത് റോസ്റ്റർ ഫോം ആണ് മക്കളെ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് എണ്ണൽ സംഖ്യകൾ അറിയോ? നാച്ചുറൽ നമ്പേഴ്സ് അറിയാം. ഏതൊക്കെ എണ്ണൽ സംഖ്യകൾ? യെസ്, 1, 2, 3, 4, 5, 6 അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നു അല്ലേ? ഓക്കെ. സോ നാച്ചുറൽ നമ്പേഴ്സിനെ ഞാൻ നാച്ചുറൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഏതാ? N അല്ലേ? N വെച്ച് ഡിനോട്ട് ചെയ്തു. ഇതിനൊരു കർലി ബ്രേസ് കൊടുത്തു. ഇതിൽ 1, 2, 3, 4, 5, 6, എക്സെട്ര. ഈ എക്സെട്രക്ക് ഒരുപാട് ഡോട്ട്സ് ഒന്നും ഇടണ്ട. നമ്മൾ 3 ഡോട്ട് മതി. നിങ്ങൾ NCERT ബുക്ക് മൊത്തം എടുത്ത് നോക്കിയേ, 3 ഡോട്ട്സേ കാണുള്ളൂ. സോ 3 ഡോട്ട്സ് മതി. ഒരു ഡോട്ട് ടിക്ക്, ഒരു ഡോട്ട് ടിക്ക്, ഒരു ഡോട്ട് സിക്ക്, എക്സെട്ര. സോ ദിസ് ഇസ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? നാച്ചുറൽ നമ്പേഴ്സ്. ഇതിനെ വേണമെങ്കിൽ എനിക്ക് സെറ്റ് ബിൽഡറിൽ എഴുതാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എങ്ങനെ എഴുതും? എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. ഇങ്ങനെ എഴുതാം. ഞാൻ ഈ നാച്ചുറൽ എഴുതുന്നതിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് ക്യാപിറ്റൽ ലെറ്റർ N കൊടുത്തു ആണല്ലോ. നമ്മളിവിടെ പേരിടുമ്പോൾ വെറുതെ തോന്നിയ പോലെ ചൈനക്കാർ പേരിടുന്ന പോലെ നമ്മൾ ഇടില്ല. നമ്മൾ എന്തേ ഇടുള്ളൂ? എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് റീസൺ ഉണ്ടോ? മാത്തമാറ്റിക്സിൽ നെയിമിംഗ് ഉണ്ടെങ്കിൽ വി ഹാവ് ഗോട്ട് സം റീസൺസ്. നെക്സ്റ്റ് വൺ, ഇതിലേക്ക് ഞാൻ 0 കൂടി ഇൻക്ലൂഡ് ചെയ്തു. നാച്ചുറൽ നമ്പേഴ്സിലേക്ക് ആരോട് വലിച്ചിട്ടു? 0 കൂടി വലിച്ചിട്ടു. അപ്പൊ എന്തായി? വെരി ഗുഡ്, ഹോൾ നമ്പേഴ്സ് ആയി. സോ സെറ്റ് 0, 1, 2, 3, 4, 5, 6, എക്സെട്ര. ഇതിനെന്താ പറയുക നിങ്ങൾ? ഹോൾ നമ്പേഴ്സ്. WHOLE അല്ലേ? ഹോൾ നമ്പേഴ്സ്. ഇതൊക്കെ എവിടെ പഠിച്ചിട്ടില്ലേ മുമ്പേ?
ഞാൻ പറഞ്ഞതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഓൾറെഡി ഇൻ യു. സോ ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? W.